ഇന്ന് നമുക്ക് വേറൊരു രീതിയിൽ ചിക്കൻ കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേബി പൊട്ടറ്റോസാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് തൊലി കളയാതെയാണ് കേട്ടോ വേവിക്കാൻ വെക്കുവാണ്. ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന മസാലയൊക്കെ ചേർത്ത് ഒരു 3 മീഡിയം സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് ഈ പറഞ്ഞ അളവിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. ഒന്ന് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്കില്ലേ, അതിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാൻഡ് മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലൈറ്റ് മിൽക്കായിട്ട് കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ക്യാൻഡ് മിൽക്കിൻ്റെ കുറച്ച് മാത്രം ചേർത്ത് അതിനകത്ത് ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം 1ാം പാല് ചേർത്ത് കൊടുക്കുക. 1ാം പാലെന്ന് പറയുമ്പോൾ ക്യാൻഡ് മിൽക്കിൻ്റെ ബാക്കിയത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞ് പാൻ മാറ്റി വയ്ക്കുക. പിന്നെ ചൂടുള്ള സ്ഥലത്ത് വെക്കരുത്, പിരിഞ്ഞു പോകട്ടോ. ക്യാൻഡ് മിൽക്കാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ തേങ്ങാപ്പാലാണെങ്കിൽ പിരിഞ്ഞു പോകുക. എന്നിട്ട് വേറൊരു പാനിൽ കുറച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി, വറ്റൽമുളക്, വേപ്പില, അതേപോലെ മുന്തിരിയോ കാഷ്യൂനട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. ഞാൻ അവിടെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്, അതും കൂടി ചേർത്ത് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നല്ല അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോംബോയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.